അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ജബൽ അബി ഖുബൈസ് അഥവാ ജബൽ അബി ഖുബൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഫാ മലയാണ് ഈ വലത്ത് ഭാഗത്ത് കാണുന്നത്. ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്ന മല സഫാ മല, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മലയാണ് ജബൽ അബി ഖുബൈസ്. അതിൻ്റെ മുകളിലാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയത്. ഇത് ഇന്ന് ഇവിടെ ദ്രുത കർമ്മസേനയൊക്കെ അല്ലേ മറ്റേ എന്തിനെ ഹറമിനെ സംരക്ഷിക്കാനുള്ള അങ്ങനത്തെ ഓഫീസും കാര്യമൊക്കെ ഇവിടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഈ ഒരു മലൻ്റെ മുകളിൽ. ഈ മലൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ലോകത്ത് അള്ളാഹു ആദ്യമായി പ്രപഞ്ചത്തിൽ ആദ്യമായി പഠിച്ചത് ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ ഭവനമായ വിശുദ്ധ കഅബയാണെങ്കിൽ ആദ്യത്തെ പട്ടണം അത് മക്കയാണ്. ഉമ്മുൽ ഖുറ എന്ന മക്ക പട്ടണത്തെ അറിയാം. അള്ളാഹ് പഠിച്ച പട്ടണത്തിൽ ആദ്യത്തെ പട്ടണം മക്കയാണ്. ഉമ്മുൽ ഖുറയാണല്ലോ മക്ക, അതാ പട്ടണങ്ങളുടെ ഉമ്മ മക്കയാണ്. അതുപോലെ തന്നെ അള്ളാഹു ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കിയ മല അതാണ് ജബൽ അബി ഖുബൈസ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ജബൽ അബി ഖുബൈസിന് എന്താണ് അറിയേണ്ടത്, നമ്മുടെ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നല്ലോ. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയ ഒരു കല്ലാണ്. ആ കല്ല് ഈ ജബൽ അബു ഖുബൈസ് ഒരു കാലത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. ആ ഏത് കാലം എന്ന് പറഞ്ഞാൽ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഈ ലോകത്ത് വന്ന ഒരു പ്രളയമുണ്ടായി. ലോകം മൊത്തത്തിലുള്ള പ്രളയത്തിൽ വിശുദ്ധ കഅബാലയത്തിൻ്റെ അടിത്തറ വെച്ച് ബാക്കിയെല്ലാം ഒഴുകിപ്പോയിരുന്നു. ആ കൂട്ടത്തിൽ കഅബാലയത്തിൽ സ്ഥാപിച്ചിരുന്ന ആ ഹജറുൽ അസ്വദ് ആ കൂട്ടത്തിൽ ഒലിച്ചു പോയിന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഒലിച്ചു പോയതല്ല, ഹജറുൽ അസ്വദിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഈ മല തൻ്റെ മലക്കുള്ളിലാക്കി സൂക്ഷിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശുദ്ധ കഅബാലയം പുതുക്കിപ്പണിയുന്ന സമയത്ത് ആ കല്ല് അവിടുന്ന് എടുത്തിട്ട്, അഥവാ ജബൽ അബി ഖുബൈസിൽ നിന്നാണ് ഹജറുൽ അസ്വദിനെ എടുത്തിട്ട് വീണ്ടും ആ കഅബാലയത്തിൽ പുനഃസ്ഥാപിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു മലയാണിത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ, അഥവാ ഖുറൈശികളുടെ അന്നത്തെ കാലത്ത് മക്കത്ത് എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ടായിരുന്നു അവർ വിളിച്ചു പറയുക. അപ്പം മക്കത്തുള്ള എല്ലാവരും കേട്ട് ആ മലയുടെ താഴ്വാരത്ത് വന്ന് അത് കേൾക്കാൻ വന്നിരിക്കുമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാനായ അബ്ദുൽ മുത്തലിബ് അബ്രഹത്ത് കഅബ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു, അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ അബ്രഹത്ത് പിടിച്ചടക്കുകയും അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് തന്നെ അബ്രഹത്തിന്റെ വന്ന സ്ഥലത്തേക്ക് പോവുകയും, എന്നിട്ട് നിങ്ങളെ കുട്ടികൾ നമ്മളെ കുറച്ച് 200 ഒട്ടകത്തെ കുടിച്ചുകൊണ്ട് വന്നാൽ തിരിച്ചു തരണമെന്ന് പറയുകയും, അപ്പോൾ അബ്രഹത്തും അവരുമായിട്ട് നടന്ന ചർച്ച അതൊക്കെ വളരെ വിശാലമായി സംസാരിക്കേണ്ടതാണ്. അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ അബ്രഹത്തിന് മനസ്സിലായി, അവരുടെ ആ സൈന്യവും ആ സംവിധാനമൊക്കെ കണ്ടാല് ഇവരെന്തായാലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അതിൽ പെട്ടുപോകും. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ മക്കയിൽ വന്ന് ഈ ജബൽ അബി ഖുബൈസിന്റെ ഇവിടെ വന്നിട്ട് എല്ലാ മക്കയിലെ ഈ പട്ടണത്തിൽ, മക്ക പട്ടണം എന്ന് പറഞ്ഞാൽ അന്ന് ഈ കാണുന്ന മസ്ജിദുൽ ഹറാമിന്റെ ഉൾഭാഗം മാത്രം ഇത്ര ഏരിയയിലായിരുന്ന ആളുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്ത് പുറമേ ഒക്കെ കാലിയായ പ്രദേശമായിരുന്നു. എല്ലാവരും ഈ ജബൽ അബി ഖുബൈസിന്റെ മുകളിലേക്കും മറ്റു മലയുടെ മുകളിലേക്കും ഒക്കെ കയറി താമസിക്കുകയും മക്ക കഅബ ഫ്രീ ആക്കി ഇടുകയും ചെയ്തു. കാരണം അക്രമം വരികയാണെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്ത് ഈ ജബൽ അബി ഖുബൈസ് കഅബാലയത്തെ തവാഫ് ചെയ്ത് നേരെ ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, ഇത് നിന്റെ ഭവനമാണ്, ഈ ഭവനത്തെ നീയാണ് സംരക്ഷിക്കേണ്ടത്. ഞങ്ങളെ മക്കളെ വീടൊക്കെ ഞങ്ങളെ പൊന്നുപോലെ നോക്കാറുണ്ട്, അതുപോലെ നിന്റെ ഭവനത്തെ നീ പൊന്നുപോലെ നോക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി അള്ളാഹുവിന്റെ 2 കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയത് ഈ ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ ചെന്നിട്ടാണ് എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് സംഭവങ്ങൾക്ക് ഈ മല സാക്ഷിയാകുന്നുണ്ട്. ആ മല ഇന്ന് ഒരു ബിൽഡിങ് ഈ ഒരു രീതിയിൽ ഗവൺമെന്റ് അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് ജവാസാത്തിന്റെ പല ഉദ്യോഗസ്ഥന്മാരും താമസിക്കുകയും ഈ ഹറമിനെ സംരക്ഷിക്കാൻ വേണ്ട സേനകളൊക്കെ
താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ആക്കി അവരുടെ ഓഫീസും കാര്യമൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. പഴയ കാലത്ത് ആ ഒരു രീതിയിലായിരുന്നു, വലിയൊരു മലയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ഈ കാണുന്ന ഇപ്പുറത്ത് കാണുന്ന ഇത് ഇവിടെ കാണുന്നത് പിന്നെ സഫാമലയാണ്. ആ സഫാമലൻ്റെയും ഈ ജബൽ അബൂ ഖുബൈസിൻ്റെ ഇടയിൽ ഇവിടെ ആ ഒരു മൂലയിൽ ആ ഒരു മൂലയിലായിരുന്നു അർഖം ഇബ്നു അബിൽ അർഖമിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നത്. അഥവാ അബൂജഹലിൻ്റെ കുടുംബക്കാരനായ അർഖം ഇബ്നു അബിൽ അർഖം എന്ന വ്യക്തി ഇവിടെ വീട്ടിലായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷം രഹസ്യ പ്രബോധനം നടത്തിയിരുന്നത്. അന്ന് വിശ്വസിച്ച ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ആ അർഖം ഇബ്നു അബിൽ അർഖമിൻ്റെ വീട്ടിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതൊന്നും ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഞാൻ ഈ ജബൽ അബൂ ഖുബൈസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ ഈ സഫ മർവയുടെ ഈ പുറം ഭാഗത്തുള്ള ഈ മുറ്റത്തേക്ക് വന്നാൽ അവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ അതിൻ്റെ എതിർ ദിശയിലായിട്ട് കാണുന്ന ഈ ഒരു വലിയ കെട്ടിട സമുച്ചയത്തെയാണ് ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്നത്. ഓക്കെ.